ഓം നമ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യൈ നമ. പൗർണമി കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വിനീതമായ പ്രണാമം. നമ്മുടെ നാട്ടിലെ സാഹസികമായ ഉദ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ് ഭഗീരഥ പ്രയത്നം. സൗന്ദര്യലഹരിയും ശിവാനന്ദലഹരിയും ഒരുമിച്ചു പഠിക്കുവാനുള്ള നമ്മുടെ ഈ ഉദ്യമവും സത്യത്തിലൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. കൃപാരാശിയായ ഭഗവാന്റെ പൂർണ്ണ കൃപയും സജ്ജനങ്ങളായ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭഗീരഥ പ്രയത്നം വലിയ പ്രയത്നമല്ലാതെ കണ്ട് തന്നെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും ഈ ഭഗീരഥ പ്രയത്നം എന്ന ചൊല്ലിൻ്റെ പിന്നിലുള്ളത് ഒരു പുരാണ കഥയാണ്. ആ കഥ ചുരുക്കി ഞാനൊന്ന് പറയാം. നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ആദ്യം ഈ കഥ തന്നെ പറയുന്നത്. സഗരൻ എന്ന മഹാരാജാവിന് 2 ഭാര്യമാരായിരുന്നു. ഒന്ന് സുമതിയും മറ്റേത് കേശിനിയും. സുമതിയിൽ 60,000 സന്താനങ്ങളുണ്ടായി. കേശിനിയിൽ ഒരു പുത്രൻ, ആ പുത്രൻ്റെ പേരാണ് അസമഞ്ജസൻ. രാജാവ് ഒരു മഹായാഗം നടത്തി യാഗകുതിരയെ ദേവേന്ദ്രൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ കുതിരയെ പാതാളത്തിൽ തപസ്സു ചെയ്യുന്ന ഭഗവാൻ വാസുദേവൻ്റെ അവതാരമായ കപില മഹർഷിയുടെ സമീപത്ത് കെട്ടിയിട്ട് ദേവേന്ദ്രൻ പോയി. സഗരൻ്റെ 60,000 മക്കളും ഭൂമണ്ഡലത്തിലാകെ ഈ കുതിരയെ അന്വേഷിച്ചു, കണ്ടുകിട്ടിയില്ല. പിന്നീട് അവർ ഭൂമിയെ കുഴിച്ച് ഭൂമിയെ താങ്ങുന്ന ദിഗ്ഗജങ്ങളെയും കണ്ട് അവരെയും വണങ്ങി പിന്നങ്ങു പാതാളത്തിൽ ചെന്നു. അപ്പോൾ അവിടെ കപില മഹർഷിയുടെ സമീപത്തായി ഈ കുതിരയെ കണ്ടു. കപില മഹർഷിയാണ് ഇതിനെ മോഷ്ടിച്ചു കൊണ്ടുവന്നത് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനോട് ആക്രോശിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ക്രോധാഗ്നിയിൽ 60,000 മക്കളും ഭസ്മമായിപ്പോയി. സഗര മഹാരാജാവിന് സുമതിയിലുണ്ടായതാണ് ഈ 60,000 മക്കളും. കേശിനി എന്ന ഭാര്യയിൽ ഒരു മകനുണ്ടായി എന്ന് പറഞ്ഞല്ലോ, അസമഞ്ജസൻ. ചെറുപ്പത്തിൽ തന്നെ ദുർവൃത്തനായിരുന്നു അദ്ദേഹം. അത് കാരണം രാജാവിനാൽ ത്യജിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പുത്രൻ അംശുമാൻ രാജാവിനോടൊപ്പം ഉണ്ടായിരുന്നു. കുതിരയെ അന്വേഷിക്കാൻ പോയ 60,000 മക്കളെയും കാണാതായപ്പോൾ രാജാവ് അന്വേഷിക്കാൻ അംശുമാനെ നിയോഗിച്ചു. അംശുമാൻ അങ്ങനെ അന്വേഷിച്ച് കപില മഹർഷിയുടെ സമീപത്തെത്തി ഭസ്മമായി കിടക്കുന്ന തൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരെ കണ്ടു. അവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടി, സ്വർഗലോകം കിട്ടാൻ വേണ്ടി തർപ്പണം ചെയ്യണം. അതിനല്പം ജലം അന്വേഷിച്ചപ്പോൾ അവിടെ എങ്ങും ജലം കണ്ടില്ല. ആ സമയത്ത് ഗരുഡൻ ഈ അംശുമാനോട് പറഞ്ഞു, സാധാരണ ലൗകിക ജലത്തിൽ തർപ്പണം ചെയ്താൽ ഇവർക്ക് പുണ്യം കിട്ടില്ല. ആകാശഗംഗയെ തന്നെ ഭൂമിയിൽ വരുത്തി ആ ഗംഗയിൽ ഈ ഭസ്മം നിമജ്ജനം ചെയ്യണം. ഈ ഭസ്മത്തിൽ കൂടി ആ ഗംഗ ഒഴുകണം. എങ്കിൽ മാത്രമേ ഇവർക്ക് സ്വർഗം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഗരുഡൻ പറഞ്ഞതായ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സാധാരണ ലൗകിക ജലത്തിൽ തർപ്പണം ചെയ്താൽ ഇവർക്ക് സ്വർഗം കിട്ടില്ല, അല്ലെങ്കിൽ പുണ്യം കിട്ടില്ല. ആകാശഗംഗയെ തന്നെ കൊണ്ടുവന്ന് ആ ആകാശഗംഗ ഈ ഭസ്മത്തിൽ കൂടി ഒഴുകണമെങ്കിലേ അവർക്ക് പുണ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ ആകാശഗംഗ ദൈവീക ജലമാണ്. സാധാരണ ഭൂമിയിൽ കാണപ്പെടുന്നത് ലൗകിക ജലവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊരു കാര്യം, ഗംഗ എന്നത് ദൈവീക ശക്തിയാണ്. പിന്നീട് ഗരുഡൻ അംശുമാനോട് പറഞ്ഞു, താങ്കൾ ഈ കുതിരയെ കൊണ്ടുപോയി യാഗം എങ്ങനെയെങ്കിലും പൂർണ്ണമാക്കൂ, അതിനുശേഷം ആകാശഗംഗയെ എങ്ങനെ ഭൂമിയിൽ കൊണ്ടുവന്ന് അവർക്ക് പുണ്യം കൊടുക്കാം, അതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറഞ്ഞു. അംശുമാൻ ഈ കുതിരയെ കൊണ്ടുപോയി. എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം രാജാവിനോട് വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു. രാജാവ് യാഗമെല്ലാം പൂർണ്ണമാക്കി. പക്ഷേ ആകാശഗംഗയെ എങ്ങനെ ഭൂമിയിൽ കൊണ്ടുവരും? ഈ ആകാശഗംഗ എന്ന് പറയുന്നത് ഹിമവാന്റെ ആദ്യത്തെ പുത്രിയാണ്. ഹിമവാന് മേനകയിൽ ഉണ്ടായതായ ആദ്യത്തെ പുത്രിയാണ് ഗംഗാദേവി. രണ്ടാമത്തെ പുത്രിയാണ് പാർവതീദേവി. ഈ പുണ്യവതിയായിരിക്കുന്ന ഗംഗാദേവിയെ തങ്ങൾക്ക് തരണമെന്ന് ദേവന്മാർ അപേക്ഷിച്ചു. അത് കാരണം കൊണ്ട് ദേവന്മാർക്ക് കൊടുത്തതാ. അങ്ങനെ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയവളാണ് ഈ പുണ്യവതിയായ ഗംഗാദേവി. ആ ഗംഗാദേവിയെ തിരിച്ച് ഈ ഭൂമിയിലേക്ക് എങ്ങനെ കൊണ്ടുവരും? സഗര മഹാരാജാവിന് ഒരു മാർഗവും തെളിഞ്ഞ് കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. പിന്നീട് അംശുമാൻ രാജാവായി. അംശുമാനും ഗംഗാദേവിയെ കൊണ്ടുവരുവാനുള്ളതായ മാർഗമൊന്നും തെളിഞ്ഞ് കണ്ടില്ല. അദ്ദേഹം തൻ്റെ പുത്രനാകുന്ന ദിലീപന് രാജ്യം കൊടുത്തു. എന്നിട്ട് തപസ് ചെയ്ത് അദ്ദേഹം സ്വർഗം പ്രാപിച്ചു. ഈ ദിലീപൻ രാജാവായി. അദ്ദേഹത്തിനും ഗംഗാദേവിയെ കൊണ്ടുവരുവാനുള്ളതായ മാർഗമൊന്നും തെളിഞ്ഞ് കണ്ടില്ല. പക്ഷെ അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഭഗീരഥൻ. ഭഗീരഥൻ്റെ കാലമായപ്പോൾ, അതായത് ദിലീപൻ്റെ പുത്രനാകുന്ന ഭഗീരഥൻ, ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, അസമഞ്ജസൻ, അംശുമാൻ, പിന്നീട് ദിലീപൻ്റെ പുത്രനാണ് ഭഗീരഥൻ, അതായത് നാലാമത്തെ തലമുറയാണ്. ഈ ഭഗീരഥൻ ഗോകർണത്തു പോയി ബ്രഹ്മദേവനെ തപസ് ചെയ്തു പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു പറഞ്ഞു, ഗംഗാദേവി ഭൂമിയിൽ കൂടി ഒഴുകും. ഗംഗാദേവിയോട് നിർദ്ദേശിച്ചു ഭൂമിയിൽ കൂടി ഒഴുകണം. പക്ഷേ ഗംഗാദേവിയുടെ ആ പതനം, ഭൂമിയിലേക്കുള്ളതായ ആ പതനം ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റില്ല. ബ്രഹ്മദേവൻ പറഞ്ഞു, ഇത് താങ്ങുവാൻ ഒരാളിനെ പറ്റത്തുള്ളൂ, സംഹാരമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരനായിരിക്കുന്ന ആ ശങ്കരനല്ലാതെ കണ്ട് മറ്റാർക്കും ഈ ഗംഗാദേവിയുടെ ഈ കുത്തൊഴുക്കിനെ തടയാൻ പറ്റില്ല. ഈ കുത്തൊഴുക്കിൽ ഒരുപക്ഷെ ഭൂമി തന്നെ കുത്തി ഒഴുകിപ്പോകും. അതുകൊണ്ട് ശങ്കരനെ പ്രീതിപ്പെടുത്തി അനുഗ്രഹം വാങ്ങൂ എന്നായി. അങ്ങനെ ഭഗീരഥൻ പോയി പിന്നീട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ശിവനെ തപസ് ചെയ്തു പ്രത്യക്ഷപ്പെടുത്തി. ശിവൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ വഹിച്ചു കൊള്ളാം, എൻ്റെ തലയിലേക്ക് ആ പതനം ഞാൻ വഹിച്ചു കൊള്ളാം, ഗംഗാദേവി ആകാശത്തു നിന്നും എൻ്റെ തലയിലേക്ക് പതിക്കട്ടെ. അങ്ങനെ വരം വാങ്ങി. ഗംഗാദേവി സമ്മതിച്ചു. ഗംഗാദേവി അങ്ങനെ സ്വർഗത്തിൽ നിന്നും ശങ്കരൻ്റെ തലയിലേക്ക് പതിക്കാൻ നേരം, ഒഴുകാൻ നേരം ഗംഗാദേവിയുടെ അല്പ അഹങ്കാരം. ഗംഗാദേവി മനസ്സുകൊണ്ട് പറഞ്ഞു, എൻ്റെ ശക്തമായ ഒഴുക്കിൽ ഈ ശങ്കരനെ ഞാൻ പാതാളത്തിലെത്തിക്കും. ഭഗവാൻ ശങ്കരൻ അത് മനസ്സിലായി, ഈ അഹങ്കാരധ്വനി. അദ്ദേഹം എന്ത് ചെയ്തു? ഗംഗാദേവി മുഴുവൻ ഒഴുകി തീർന്നിട്ടും ഒരൊറ്റത്തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് പതിച്ചില്ല. ഭഗവാന്റെ ജടയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങിയത് മാത്രമേ ഉള്ളൂ ഗംഗാദേവി. അവസാനം ഭഗവാൻ ജടയെല്ലാം ചുറ്റിക്കെട്ടി ഗംഗാദേവി അവിടെ അങ്ങ് ഒളിപ്പിച്ചു. ഭഗീരഥൻ പെട്ടുപോയി. എന്തു ചെയ്യാൻ പറ്റും? തൻ്റെ പൂർവികർക്ക് എങ്ങനെ പുണ്യം കിട്ടും? ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും ശങ്കരനെ തപസ് ചെയ്തു, പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ ഭഗവാൻ ശങ്കരൻ്റെ കൃപ കൊണ്ട് ആ ഗംഗാദേവി അല്പമാത്രമായിട്ട് ഭൂമിയിലേക്ക് ഒഴുകി. 7 കൈവഴികളായിട്ടാണ് ഒഴുകിയത്. 3 കിഴക്കോട്ട്, 3 പടിഞ്ഞാട്ട്. ഭഗീരഥൻ തേര് തെളിച്ചു കൊണ്ടുപോയി അതിൻ്റെ പിറകെ ഒരു കൈവഴി ഒഴുകി. അതാണ് ഭാഗീരഥി. അങ്ങനെ ഒഴുകി ഈ ഭാഗീരഥി എന്ത് ചെയ്തു? ജഹ്നു എന്ന് പറയുന്നതായ മഹർഷി യാഗം ചെയ്യുകയായിരുന്നു. ആ യാഗശാല മുഴുവനും ഒഴുക്കി അങ്ങ് കൊണ്ടുപോയി. അദ്ദേഹത്തിന് ദേഷ്യമായി. അദ്ദേഹം ഈ ഗംഗാദേവിയെ മുഴുവനും അങ്ങ് കുടിച്ചു പറ്റിച്ച് തൻ്റെ ഉള്ളിലാക്കി. ഒരൊറ്റത്തുള്ളി വെള്ളം പോലും പിന്നെ ഭൂമിയിലില്ല. എങ്ങനെ പാതാളത്തിലെത്തി തൻ്റെ പൂർവികർക്ക് പുണ്യം കെട്ടുവാനാ? ഭഗീരഥൻ വീണ്ടും
ജഹ്നുവിൻ്റെ പാദങ്ങളെ ആശ്രയിച്ചു. കരുണ തോന്നിയ ജഹ്നു മഹർഷി തൻ്റെ കാതുകളിൽ കൂടി ശക്തി കുറച്ച് ഈ ഭാഗീരഥിയെ പുറത്തേക്ക് ഒഴുക്കി. അവിടം മുതൽ ഭാഗീരഥിക്ക് ജാഹ്നവി എന്നുള്ളതായ പേരുമുണ്ടായി. അങ്ങനെ ഒഴുകി ഒഴുകി അവസാനം എന്തായാലും പാതാളത്തിലെത്തി. തൻ്റെ പൂർവികരുടെ ഭസ്മത്തിൽ കൂടി ഒഴുകി ആ പൂർവികർക്കെല്ലാം പുണ്യത്തെ കൊടുത്തു. ഇതാണ് ഭഗീരഥൻ ചെയ്തതായ പ്രയത്നം. ഭാഗീരഥിയെ കൊണ്ടുവന്ന് തൻ്റെ പൂർവികർക്ക് പുണ്യം കൊടുത്തതായ ആ കഥ. ഈ ത്യാഗത്തിൽ നിന്നുമാണ് ഈ സാഹസാത്മകമായിരിക്കുന്നതായ പ്രവർത്തികൾക്ക് ഭഗീരഥ പ്രയത്നം എന്നുള്ളതായ ഒരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ടായത്. ഇനിയും ഈ കഥയിൽ അടങ്ങിയിരിക്കുന്നതായ സാരം നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? ആ സാരം നമുക്ക് അടുത്ത ഓഡിയോയിൽ കേൾക്കാം. നമസ്തേ. ഇനി നമുക്ക് ഈ ഭഗീരഥ പ്രയത്നത്തിൻ്റെ ആധ്യാത്മിക രഹസ്യം ഒന്ന് നോക്കാം. എല്ലാ പുരാണ കഥകളും ആധ്യാത്മിക ആശയങ്ങളെ പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് ചമത്കാരാത്മകമായിട്ട് പറയുന്നതാണ്. അതിനകത്തെ പൊടിപ്പും തൊങ്ങലും ഒക്കെ അങ്ങ് കളയണം. എന്നിട്ട് കാതൽ ഭാഗം മാത്രം എടുക്കണം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഭൂമിയിൽ നിന്നും മേൽപോട്ട് പോയി ആകാശത്തിൽ എത്തിയ സ്വർഗീയ നദിയാകുന്നതായ ഗംഗാദേവി ശിവനിൽ കൂടി തിരിച്ച് ഭൂമിയിലേക്ക് ഒഴുകപ്പെടുമ്പോഴാണ് ഈ പുണ്യമുണ്ടാകുന്നത്, ആത്മാക്കൾക്ക് പുണ്യം കിട്ടുന്നത്. ഇതാണ് ഈ കഥയുടെ അടിസ്ഥാനപരമായ ആശയം. ആധ്യാത്മിക സാധന എന്ന് പറയുന്നത് ഒരു വലിയ ഭഗീരഥ പ്രയത്നം തന്നെയാണ്. കഠോപനിഷത്തിലെ പ്രസിദ്ധമായൊരു മന്ത്രം, വിവേകാനന്ദ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ മന്ത്രം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയ ദുർഗം പഥസ്ഥാത് കവയോ വദന്തു. ഉണർന്നെഴുന്നേൽക്കൂ, ശ്രേഷ്ഠന്മാരെ പ്രാപിക്കൂ, അവരിൽ കൂടി പ്രബോധിതന്മാരാകൂ. ഈ ആധ്യാത്മിക മാർഗം എന്ന് പറയുന്നത് ക്ഷുരകന്റെ മൂർച്ചയുള്ള കത്തിയിൽ കൂടി നടക്കുന്ന അത്രയും പ്രയാസമേറിയതാണ്. എങ്കിലും ഭഗീരഥനെ പോലെ പിൻവാങ്ങാതെ കണ്ട് ആർക്കാണോ മുന്നേറാൻ സാധിക്കുന്നത് അവർക്കാണ് ആത്മാനന്ദ സാധ്യം ഉണ്ടാകുന്നത്. ഇനിയും ഈ കഥയുടെ ആധ്യാത്മിക രഹസ്യം ഞാനൊന്ന് ചുരുക്കി പറയാം. പരമശിവന് 2 ഭാര്യമാരാണ്. ഈ പരമശിവൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ ആത്മസ്വരൂപം തന്നെയാണ് ഭഗവാൻ. അതുകൊണ്ട് നമ്മുടെ ആത്മസ്വരൂപമാകുന്ന ഭഗവാന് 2 ഭാര്യമാർ. ഒന്ന് പ്രത്യക്ഷത്തിലുള്ള പാർവതീദേവി, മറ്റൊന്ന് ഒളിച്ചു വച്ചിരിക്കുന്ന ഗംഗാദേവി. ആത്മസ്വരൂപമാണ് ഭഗവാൻ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ ഗംഗാദേവിയും ഈ പാർവതീദേവിയും നമ്മളുമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ്. അപ്പം ആദ്യം നമുക്ക് ഭഗവാന്റെ പ്രത്യക്ഷത്തിലുള്ള പാർവതീദേവി ആരാണെന്ന് നോക്കാം. ഈ പഞ്ചഭൂതങ്ങൾ, പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ്, നമ്മുടെ ശരീരവും പഞ്ചഭൂതാത്മകമാണ്. അതുപോലെ നമ്മൾ അനുഭവിക്കുന്നതായ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഈ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകളാണ്. ഇവയെ നമുക്ക് അനുഭവത്തിൽ തരുന്നതായ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇവയോട് ചേർന്ന് പ്രകാശിതമാകുന്ന ഞാൻ എന്ന തോന്നൽ, അതുപോലെ അന്ധകരണത്തിലും ശരീരത്തിലും പ്രകടമാകുന്നതായ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും, ഇതെല്ലാം ത്രിഗുണാത്മികയായ പ്രകൃതി സ്വരൂപിണിയായിരിക്കുന്ന ഭഗവാന്റെ പട്ടമഹിഷിയായ പ്രത്യക്ഷ ഭാര്യയായ പാർവതീ ദേവി തന്നെയാണ്. അതുകൊണ്ട് പാർവതീ ദേവി സാത്വിക, രാജസ, താമസ ഗുണാത്മികയായ പ്രകൃതിയായിരിക്കുന്ന പാർവതീ ദേവി നമുക്കെല്ലാ അനുഭവത്തിലുള്ളതാണ് ഭഗവാന്റെ
പ്രത്യക്ഷ ഭാര്യയാണ്. ഇനിയും ഭഗവാന്റെ അപ്രകൃതമായിരിക്കുന്നതായ ഭാര്യ, ഭഗവാൻ ഒളിച്ചു വച്ചിരിക്കുന്നതായ ഭാര്യയാകുന്നതായ ഗംഗാദേവി അതാരാണ് എന്ന് നമുക്ക് നോക്കാം. ആത്മാവ് ആനന്ദസ്വരൂപമാണ്, സച്ചിദാനന്ദമാണ് ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. എന്നാൽ ഈ ആനന്ദം സാധാരണക്കാരായ നമുക്കൊന്നും അനുഭവത്തിലില്ല. ഏതെങ്കിലുമൊക്കെ പ്രാപഞ്ചിക വിഷയങ്ങളോട് ബന്ധപ്പെട്ട് നമ്മളുടെ അന്ധകരണത്തിൽ ദ്യോതിക്കുന്നതായ അല്പമാത്രമായ സന്തോഷം, സുഖം, അതെല്ലാം ആ ആനന്ദത്തിൻ്റെ നാമമാത്രമായ പ്രകടനങ്ങൾ മാത്രമാണ്. ഈ ആനന്ദ ശക്തിയാണ് ഗംഗാദേവി, ഭഗവാൻ ഒളിച്ചു വച്ചിരിക്കുന്നതായ ഭാര്യ. ഈ ഗംഗാദേവി ഈ ആനന്ദം എപ്പോഴാണോ ഭൂമിയാകുന്ന മനോബുദ്ധി മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അനുഭവവേദ്യമാകുന്നത്, അപ്പോൾ മാത്രമേ ഈ സംസാര ചൂടിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകത്തുള്ളൂ. നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും ബന്ധപ്പെട്ടുണ്ടാകുന്ന അങ്ങനെ ചുട്ടുപഴുക്കുന്നതായ, ചുട്ടുപൊള്ളുന്നതായ, ഭസ്മീകരിക്കപ്പെടുന്നതായ സംസാര ദുഃഖമാണ് അവിടെ പറയപ്പെട്ടതായ സഗരൻ്റെ 60,000 മക്കൾ. നമ്മളെല്ലാമാണ് സഗരന്മാർ. ഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ വിഷയാത്മകമായിരിക്കുന്ന ചൂടാണ്, വിഷമാണ്. സഗരത്തോടു കൂടിയതായ സഗരന്മാരാണ് നമ്മളെല്ലാം. നമ്മളുടെ അന്ധകരണം ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും ബന്ധപ്പെട്ട് ചുട്ടുപൊള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് സംസാര ദുഃഖം. ഇതിന് ഒരറുതി വരണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആനന്ദശക്തിയാകുന്നതായ ആ ഗംഗാദേവി നമ്മളുടെ മനോബുദ്ധിമണ്ഡലങ്ങളാകുന്ന ഭൂമിയിൽ ഒഴുകപ്പെടണം. ആ ആനന്ദാനുഭൂതി നമുക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ ഈ സംസാര ചൂടിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാകത്തുള്ളൂ, നമ്മളുടെ മനസ്സിൽ ശീതളിമ ഉണ്ടാകത്തുള്ളൂ. ആ ആനന്ദ സ്വരൂപമാകുന്നതായ ഗംഗാദേവിയെ ഒളിച്ചു വച്ചിരിക്കുന്നതായ ആ തലയിൽ തന്നെ ഭഗവാൻ അലങ്കാരമായിട്ട് ചൂടിയിരിക്കുന്നതാണ് ചന്ദ്രക്കല. അതായത് ശീതളിമയുടെ പ്രതീകമായിരിക്കുന്ന ചന്ദ്രക്കല. ചന്ദ്രൻ മനസ്സാണ്. ആ മനസ്സിൽ അനുഭവവേദ്യമാകുന്നതായ ശീതളിമയാണ്, ശാന്തിയാണ് ആ ചന്ദ്രക്കല. അതുകൊണ്ട് ജ്ഞാനം, ജ്ഞാനാധിഷ്ഠിതമായിരിക്കുന്ന ആനന്ദം, ആനന്ദത്തിനോടൊപ്പം അനുഭൂതമാകുന്നതായ ശീതളിമയാകുന്ന ശാന്തിയാകുന്നതായ ചന്ദ്രൻ. അതുകൊണ്ട് ഈ ഗംഗാ അവതരണമാകുന്ന ഭഗീരഥ പ്രയത്നമാണ് ആധ്യാത്മിക സാധന. ഈ ആനന്ദശക്തിയാകുന്ന ഗംഗ അതുതന്നെയാണ് ആത്മാവിൻ്റെ സൗന്ദര്യം. ആ സൗന്ദര്യത്തിൽ നമ്മൾ നിമജ്ജമാകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രേമമാണ്, ഭക്തിയാണ്, ലഹരിയാണ് സൗന്ദര്യ ലഹരി. ഈ ശിവന്റെ സഹജസ്വഭാവമാകുന്നതായ ആനന്ദം, ആ ആനന്ദം നമ്മളുടെ മനോബുദ്ധി മണ്ഡലങ്ങളിൽ അനുഭൂതമാകുമ്പോൾ, അതിൽ നമ്മൾ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉന്മാദാവസ്ഥ, ഉന്മത്തമായിരിക്കുന്ന ലഹരി, ഭക്തിയുടെ ലഹരി, നവരസങ്ങൾക്കും അപ്പുറമുള്ളതായ ആ ഒരു ലഹരി, ശൃംഗാര വീര കരുണ രൗദ്ര ബീഫൽസ അത്ഭുത ഭയാനക ശാന്തഹസ്യ. ശൃംഗാരം, വീരം, കരുണം, രൗദ്രം, ബീഫൽസം, അത്ഭുതം, ഭയാനകം, ശാന്തം, ഹാസ്യം, ഇവ 9 നവരസങ്ങൾ. ഈ നവരസങ്ങൾക്കും അതീതമായുള്ളതായ ഒരു ലഹരിയാണ് ഭക്തി എന്ന് പറയുന്നതായ ലഹരി. പ്രേമമാണ്. എപ്പോഴാണ് പ്രേമമുണ്ടാകുന്നത്? നമ്മൾ അതിനോട് അടുക്കുമ്പോഴാണ്, അനുഭവിക്കുമ്പോഴാണ് പ്രേമമുണ്ടാകുന്നത്. ദൂരെയുള്ളതായ ഒരു വസ്തുവിനോട് നമുക്കുണ്ടാകുന്നത് കാംക്ഷിതം മാത്രമാണ്. എപ്പോഴാണോ അത് അനുഭവവേദ്യമാകുന്നത് അപ്പോഴാണ് പ്രേമമുണ്ടാകുന്നത്. അതുകൊണ്ട് ആത്മാവിൻ്റെ സഹജസ്വഭാവമാകുന്നതായ ഗംഗാദേവിയെ അനുഭൂതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥമായ ഭക്തി ഉണ്ടാകുന്നത്, യഥാർത്ഥമായ പ്രേമമുണ്ടാകുന്നത്, യഥാർത്ഥമാകുന്ന ലഹരി ഉണ്ടാകുന്നത്.
ആ ലഹരിയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണോ അതാണ് ശിവാനന്ദ ലഹരിയാകുന്ന സ്തോത്രമായാലും സൗന്ദര്യ ലഹരിയാകുന്ന സ്തോത്രമായാലും രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, താപത്രയങ്ങളിൽ നിന്നും മുക്തി നേടണം. താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രികയാണ് ഭഗവതി. എപ്പോൾ നമ്മളുടെ മനസ്സ് ബാഹ്യ വിഷയങ്ങളിലേക്ക് ഓടുന്നോ അപ്പോൾ ആ മനസ്സ് മായാശക്തിയാകും. എപ്പോഴാണോ ആ മനസ്സ് തന്നെ നമ്മുടെ ആത്മസ്വരൂപമാകുന്നതായ ഭഗവാനെ ധ്യാനിക്കുന്നത്, ഭഗവാനെ ലക്ഷ്യം വെക്കുന്നത്, അപ്പോൾ അത് ചിച്ഛക്തിയായിട്ട് മാറും, ചിദാനന്ദമായിട്ട് മാറും. ആ ചിദാനന്ദ ലഹരിയാകണമെന്നുണ്ടെങ്കിൽ മനസ്സ് ബാഹ്യവിഷയങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് അന്തർമുഖമായി ആനന്ദസ്വരൂപനാകുന്ന സച്ചിദാനന്ദ സ്വരൂപനാകുന്ന കാരുണ്യമൂർത്തിയാകുന്ന ഭഗവാനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഭഗവാനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാന്റെ മഹിമകളെ വർണ്ണിക്കുന്നതായി മാറുമ്പോൾ ആ മനസ്സിനകത്ത് ആനന്ദമുണ്ടാകും. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് സാധ്യമാകുന്നതല്ല ഈ പ്രക്രിയ. അതുകൊണ്ടാണ് സഗര മഹാരാജാവിൻ്റെ കേശിനിയാകുന്നതായ ഭാര്യയിലുണ്ടതായ പുത്രൻ അസമഞ്ജസൻ എന്ന് പറഞ്ഞാൽ അയോഗ്യൻ. നമുക്കെല്ലാം ആധ്യാത്മിക വിദ്യയിൽ താല്പര്യമുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളുടെ അവസ്ഥ അതിന് അയോഗ്യമായിരിക്കുന്ന അവസ്ഥയാണ്, അസമഞ്ജസൻ. പക്ഷേ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും കേവലം ഞാൻ ഈ ശരീരമാണ് എന്ന ബോധത്തിൽ നിന്നും മാറി ഈ ദിക്കുകളിൽ മുഴുവൻ വ്യാപരിക്കാൻ തുടങ്ങും. ആരെപ്പോലെ? അംശുമാനെ പോലെ അത് ഈശ്വരനിൽ വ്യാപരിക്കാൻ തുടങ്ങും. പ്രപഞ്ചസ്വരൂപമായിരിക്കുന്ന ഈശ്വരനിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ അംശുമാനാകും. അങ്ങനെ മനസ്സ് തന്നെ സ്വാർത്ഥതയിൽ നിന്നും പിൻവാങ്ങി വിശാലതയിലേക്ക് വ്യാപരിക്കുമ്പോൾ മനസ്സിൽ വന്നു കൂടുന്നതാണ് ആർദ്രത, അഹങ്കാരമില്ലായ്മ. അപ്പോഴാണ് ദയയുണ്ടാകുന്നത്. ആ ദയയുണ്ടാകുന്ന അവസ്ഥയാണ് ദിലീപ അവസ്ഥ. താൻ വളർത്തിയതായ നന്ദിനി പശുവിനെ ഒരു സിംഹം ആക്രമിക്കാൻ വന്നപ്പോൾ ആ നന്ദിനി പശുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ സിംഹത്തിൻ്റെ ആഹാരമാകുവാൻ തയ്യാറായതായ ദിലീപൻ, ആ നന്ദിനി പശുവിനോടുള്ളതായ ആ ദയ, എപ്പോഴാണോ നമ്മളുടെ സഹജീവികളോട് നമുക്ക് ഈ ദയയുണ്ടാകുന്നത് നമ്മളുടെ മനസ്സ് ദിലീപാവസ്ഥയെ പ്രാപിക്കും. ഈ ദിലീപാവസ്ഥയെ പ്രാപിക്കാതെ സ്വാർത്ഥത വിടാതെ കണ്ട് ആർദ്രതയുണ്ടാകാതെ കണ്ട് നമുക്ക് ഈ ആനന്ദ സ്വരൂപിണിയാകുന്ന ആനന്ദ ശക്തിയാകുന്നതായ ഭഗവാൻ ഒളിച്ചു വച്ചിരിക്കുന്നതായ ഭാര്യയാകുന്ന ആ ഗംഗ നമ്മുടെ മനോബുദ്ധി മണ്ഡലത്തിലേക്ക് പരക്കുകയില്ല. അതിന് മനസ്സിനെ ആർദ്രമാക്കി ഭഗീരഥനെ പോലെ പിൻവാങ്ങാതെ കണ്ടു മുന്നേറണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കഥയാണ് ഈ ഗംഗ അവതരണ കഥ. അതുകൊണ്ട് ഈ ശിവാനന്ദലഹരി ആയാലും സൗന്ദര്യലഹരി ആയാലും നമ്മുടെ ലക്ഷ്യം ഗംഗയെ അനുഭവത്തിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ്. ഇതിനെ മറ്റൊരു രീതിയിൽ പറയുമ്പോൾ ഭൂമിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയാകുന്ന ഗംഗ അങ്ങ് സഹസ്രാര പത്മമാകുന്നതായ സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. അവിടെ നിന്നും സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശിവനിൽ കൂടി പിന്നീട് അമൃതവർഷിണിയായി 72,000 നാഡികളെയും നിറച്ചുകൊണ്ട് അമൃതവർഷിണിയായി ദേഹത്തിൽ മുഴുവനും നിറയുമ്പോഴാണ് ബ്രഹ്മാനുഭൂതി ഉണ്ടാകുന്നത്, അമൃതാനുഭവം ഉണ്ടാകുന്നത്. അതും ഈ കഥയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യമാണ്. അതാണ് ഭൂമിദേവി ഗംഗാദേവി ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയവളും പിന്നെ ശിവനിൽ കൂടി ഭൂമിയിലേക്ക് തിരിച്ച് ഒഴുകിയവളുമാണ് എന്ന് പറയുന്നതിൻ്റെ സാരം. ഇങ്ങനെയുള്ള ഈ ആധ്യാത്മിക സാധനകളെ മുഴുവനും കഥാരൂപത്തിൽ വർണ്ണിക്കുന്നതാണ് എല്ലാ പുരാണ കഥകളും. ഞാൻ നിങ്ങളോടൊരു രസം പറയാം. നമ്മുടെ ഈ ഭാഗവതത്തിനകത്ത് പരീക്ഷിത്ത് മഹാരാജാവ് താൻ തക്ഷകനാൽ ഇന്ന് 7-ാം ദിവസം കടിക്കപ്പെട്ടു മരണമുണ്ടാകുമെന്ന് ആ ശാപമൊക്കെ കിട്ടിയത് അറിയുമ്പോൾ അദ്ദേഹം തൻ്റെ പുത്രനാകുന്ന ജനമേജയനെ രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ചിട്ട് പൂർണ്ണ വിരക്തനായി ഗംഗാനദിയുടെ തീരത്തെത്തി കിഴക്കോട്ട് ദർഭ വിരിച്ച് വടക്കോട്ട് ഗംഗയെ നോക്കിയിരുന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. നമ്മുടെ മോഹനേട്ടൻ, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതായ മോഹനേട്ടൻ, അദ്ദേഹം എന്നോട് ഒരു ദിവസം ഫോണിൽ വിളിച്ച് ഇങ്ങനെ പല കാര്യങ്ങളും ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട് ഭാഗവത്തിലെ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോട് ഫോണിൽ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല ഗംഗാധർജി, ഈ ഹസ്തിനപുരിക്ക് അടുത്തുകൂടിയാണല്ലോ ഒഴുകുന്നത് യമുനാ നദി, ആ യമുനയുടെ തീരത്തു പോകാതെ കണ്ട്
ഇത്രയും ദൂരത്തുള്ളതായ ഗംഗാനദിയുടെ തീരത്ത് പോയി ഗംഗയെ ലക്ഷ്യമാക്കിയിരുന്നു പരീക്ഷിത്ത് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. ശരാശരി ഹിന്ദുക്കളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് ഇവയെല്ലാം ചരിത്രങ്ങളായിട്ട് ചരിത്ര കഥകളൊക്കെ ആയിട്ട് പഠിക്കുക ചെയ്യുന്നത്. ഭാഗവതം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഈ തക്ഷകൻ എന്ന് പറയുന്നതായ സർപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ സംസാര ദുഃഖമാണ്. ആന്തരിക ലോകത്തിൽ സംസാര ദുഃഖവും ബാഹ്യലോകത്തിൽ അത് കാലവുമായിട്ട് നമുക്ക് അനുഭൂതമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സംസാര ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടുന്നത്? ഗംഗ നമ്മളുടെ മനോബുദ്ധി മണ്ഡലങ്ങളിലേക്ക് ഒഴുകണം. എങ്കിൽ മാത്രമേ ഈ താപത്രയങ്ങളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് പരീക്ഷിത്ത് ഒരു പ്രതീകം മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ സംസാര ദുഃഖമാണ് അവിടെ തക്ഷകൻ. ആ 7 ദിവസം എന്ന് പറയുന്ന ആഴ്ചകളാണ്, കാലം ആയിട്ടാണ് നമ്മളിതിനെ അനുഭവിക്കുന്നത്. ഇതെല്ലാം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള, അതുകൊണ്ട് ചുരുക്കിയെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംസാര ദുഃഖത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ തക്ഷകനാകുന്ന സംസാര ദുഃഖത്തിൻ്റെ ഭയത്തിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാകണമെന്നുണ്ടേ എങ്കിൽ നമ്മളുടെ മനോബുദ്ധി മണ്ഡലങ്ങളിൽ കൂടി ആത്മരസമാകുന്നതായ ഗംഗാദേവി ഒഴുകപ്പെടണം. എങ്കിൽ മാത്രമേ ആ സംസാര ദുഃഖത്തിന് മോചനം ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് പരീക്ഷിത്ത് ഗംഗയെ ലക്ഷ്യമാക്കിയിരുന്നു. ഗംഗയെ ലക്ഷ്യമാക്കിയിരുന്നു കൊണ്ട് തപസ്സു ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിൽ സഹജമായിരിക്കുന്നതായ ആനന്ദത്തെ ലക്ഷ്യമാക്കി അദ്ദേഹം തപസ്സു ചെയ്തു, അല്ലെങ്കിൽ കഥകൾ കേട്ടു എന്നാണ് അതിൻ്റെ സാരം. അതുകൊണ്ട് നമ്മളും ഈ സൗന്ദര്യലഹരിയോ അല്ലെങ്കിൽ ശിവാനന്ദ ലഹരിയോ പഠിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ ഗംഗയായിരിക്കണം. ഗംഗാനുഭൂതി എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മളെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്ന ഭാര്യയാണ് ഗംഗ. ആ ഗംഗ നമുക്ക് സായത്തമായി അനുഭവത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ശിവാനന്ദ ലഹരിയും സൗന്ദര്യലഹരിയും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയും.